ഇപ്പോൾ ഇവിടെ ഈ സഭയിലുണ്ടായിരുന്ന ഒരു ജോർജാനും അന്നമ്മ ആൻറ്റിയും, ആ ജോർജാൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അന്നമ്മ ആൻറ്റി ഞങ്ങൾ ഒന്നിച്ച് പുതുപ്പള്ളിയിൽ കർത്താവിനെ ആരാധിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള സഭയോട് സ്നേഹാന്വേഷണങ്ങൾ പറയണമെന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ഓർപ്പിക്കുകയുണ്ടായി. അത് പലരുടെ പേരുകൾ എന്നോട് പറഞ്ഞു, അതാരൊക്കെയാണെന്നുള്ളത് എൻ്റെ ഓർമ്മയിലില്ല. അതുകൊണ്ട് പൊതുവായി അന്നമ്മ ആൻറ്റിയുടെ സ്നേഹാന്വേഷണങ്ങൾ സഭയോട് ഞാൻ അറിയിക്കുന്നു. Late brother George and his wife sister Annama, they are in Pudupalli. She is in Pudupalli and she would like to convey her greetings to you, to all of you. Name by name is not possible, but she conveys her greetings to all of you. ഇപ്പോൾ ഇവിടെ ഓർപ്പിച്ച പോലെ നാളെ രാവിലെ ഇവിടെ നിന്ന് ഞാനും പ്രിയ ബാബുശാനും UP ലളിത്പൂരിലേക്ക് കടന്നു പോകുന്നു. ഈ വരുന്ന ഒരാഴ്ച അവിടെയുള്ള സഭയോട് ചേർന്നുള്ള അവരുടെ വില്ലേജ് മിനിസ്ട്രീസിൽ ഒന്ന് സഹകരിക്കാനാണ് കടന്നു പോകുന്നത്. പുതുപ്പള്ളിയിൽ നിന്നും ഒരു 5 സഹോദരന്മാർ ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളോട് ജോയിൻ ചെയ്ത് ഒരാഴ്ച ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. From here, Bauchan and me, we would be going to a place called Lalitpur in UP for a week of ministries there amidst the villagers. There are 5 other brothers who have already reached there. So please do pray for this ministry. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. For today's meditation shall we turn to Genesis chapter 4, reading from verses 3. കുറേ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. 7 വരെയുള്ള വാക്യങ്ങൾ. Genesis chapter 4 verses 3 to 7. And in the process of time it came to pass that Cain brought an offering of the fruit of the ground to the Lord. Abel also brought of the firstborn of his flock and of their fat. And the Lord respected Abel and his offering, but he did not respect Cain and his offering. And Cain was very angry, and his countenance fell. So the Lord said to Cain, why are you angry, and why has your countenance fallen? If you do well, will you not be accepted? And if you do not do well, sin lies at the door, and its desire is for you, but you should rule over it. ഇന്നലെ രാത്രി നാം പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചത്. Last night we saw some points from the epistle of Peter. അത് അവസാനിപ്പിച്ചത് നാം ആത്മീക യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആശയത്തോടു കൂടിയാണ്. The thought that we ended with was that we should offer acceptable sacrifice to God and please God. അവിടെ ആത്മീക യാഗം എന്നുള്ളത് ആരാധനയോട് ബന്ധപ്പെടുത്തിയാണ് നാം ചിന്തിച്ചത്. And we thought we connected spiritual sacrifices to worship. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ അബ്രഹാം പറഞ്ഞ വാക്കുകളോട് ചേർത്താണ് നാം ആ നിലയിൽ ചിന്തിക്കാനായിട്ടിടയായത്. And we linked it to what Abraham mentioned in Genesis chapter 22 and verse 5. ആ അർത്ഥത്തിൽ നാം ഇന്ന് രാവിലെ സഭയായിട്ട് കൂടി വന്ന് വഴിപാട് അർപ്പിക്കാനായിട്ടിടയായി, അഥവാ യാഗം കഴിക്കാനായിട്ട് ഇടയായി. And in the same way, today we were able to come and we were able to offer sacrifice to God. നാം സഭയായി കൂടി വന്നോ അല്ലാതെയോ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ചെയ്യുന്ന സകല ശുശ്രൂഷകളിലൂടെയും ആത്യന്തികമായി സാധിക്കേണ്ടത് അതിൽ ദൈവം പ്രസാദിക്കാനിടയാകണം എന്നുള്ളതാണ്. Whatever we do individually or collectively, the main point of all that is, the summary of all that is that God must be pleased. ദൈവം പ്രസാദിക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ അനേക ആലോചനകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. And we can see many thoughts as how we should please God. Right from Genesis to Revelation, we can see that explained. എന്നാൽ നാം ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച ആ വേദഭാഗത്തു നിന്ന് മാത്രം ഏതാനും ചില ആലോചനകൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. But today we will look at some thoughts focusing on this passage that we just read. അവിടെയും
രണ്ട് വ്യക്തികൾ അർപ്പിച്ച വഴിപാടിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. And we see two people there and the sacrifice that they offered. ആ രണ്ട് വ്യക്തികൾ ആണ് വഴിപാട് അർപ്പിച്ച ചരിത്രത്തിൽ നാം കാണുന്ന ആദ്യത്തെ യാഗങ്ങൾ. And we see that these are the first two to offer sacrifices in the history of mankind. ആ രണ്ട് വ്യക്തികളെ ആ വേദഭാഗത്തു നമുക്കറിയാം. രണ്ട് ജ്യേഷ്ഠാനുജന്മാരാണ്. ഒരു ഭവനത്തിൽ വളർന്ന, ഒരപ്പൻ്റെ ശിക്ഷണത്തിൽ വളർന്ന, ഒരേ പരിശീലനം ലഭിച്ച രണ്ട് സഹോദരങ്ങളാണ് വഴിപാടർപ്പിക്കാനായിട്ട് കടന്നുപോയത്. And we see that two brothers of the same family, children, sons of one father, having received the same instruction and been through the same experiences, they have gone to offer sacrifice. എന്നാൽ അവർ രണ്ടും അർപ്പിച്ച ആ യാഗങ്ങൾ അത് വ്യത്യസ്തമായ നിലകളിലാണ് എന്ന് മാത്രമല്ല, ദൈവം അവയോട് പ്രതികരിച്ചതും രണ്ട് വ്യത്യസ്ത നിലകളിലാണ്. Not only did they offer different kinds of sacrifice, but we also see that God responds to both of them differently. അതിലൊരാളുടെ പേര് കയീൻ, മറ്റേയാളുടെ പേര് ഹാബേൽ. ആ വേദഭാഗത്തോടെ നമുക്കത് അറിയാം. We know that one is Cain and the other is Abel. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിലാണ് ദൈവം പ്രസാദിച്ചത്. God was not pleased with Cain's sacrifice. God was pleased with Abel's sacrifice. എന്തുകൊണ്ടാണ് ദൈവം കയീന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത്? അഥവാ എന്തുകൊണ്ടാണ് ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചത്? Why was God not pleased with Cain's sacrifice and why was God pleased with Abel's sacrifice? പൊതുവെ പലരുടെയും മനസ്സിൽ ഒരു ധാരണ ഇപ്രകാരമുണ്ട്. Some people, often we see that there is one thinking which is widespread. ഹാബേല് യാഗമായിട്ട് അർപ്പിച്ചത് കൃഷി സാധനങ്ങൾ, അതിൽ രക്തച്ചൊരിച്ചിലുണ്ടായില്ല. കയീൻ യാഗമായിട്ട് അർപ്പിച്ചത് കൃഷി സാധനങ്ങളാണ്, അതിൽ രക്തച്ചൊരിച്ചിലുണ്ടായില്ല. They say that in Cain's sacrifice there was no bloodshed. It was the things that he brought from the field. എന്നാൽ ഹാബേല് ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെയാണ് അർപ്പിച്ചത്, അവിടെ രക്തച്ചൊരിച്ചിലുണ്ടായി. But Abel offered from his flock and so there was shedding of blood. രക്തച്ചൊരിച്ചിലുണ്ടായതുകൊണ്ടാണ് അതിൽ ദൈവം പ്രസാദിച്ചത് എന്ന് ചില അഭിപ്രായങ്ങൾ ചിലർ പറയാറുണ്ട്. There is one thought which says that one opinion is that because Abel's sacrifice involved blood, that is why God accepted his ഹാബേൽ sacrifice. ഒരു ആട്ടിൻകുട്ടിയെ അർപ്പിച്ചു, അതിൽ രക്തച്ചൊരിച്ചിലുണ്ടായി. അത് കാലങ്ങൾക്ക് ശേഷം സംഭവിക്കാനുള്ള ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായ നമ്മുടെ കർത്താവിന്റെ ക്രൂശുമരണത്തിലെ ആ യാഗത്തിന്റെ ഒരു നിഴലാണ് എന്നുള്ളത് ശരിയാണ്. While it is true that shedding of blood, the killing of the sacrifice of that lamb points to the ultimate sacrifice of Jesus on the cross, that is true. എന്നാൽ അവിടെ കേവലം ഹാബേല് ആട്ടിൻകുട്ടിയെ കൊന്ന് രക്തം ചൊരിഞ്ഞതുകൊണ്ടല്ല ദൈവം ആ യാഗത്തിൽ പ്രസാദിച്ചത്. But it is not that God was only pleased with Abel because there was blood involved, there was shedding of blood involved. ഒരുപക്ഷെ ഹാബേൽ അർപ്പിച്ചതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ഒരു ആട്ടിൻകുട്ടിയെ കയീൻ അർപ്പിച്ചിരുന്നെങ്കിൽ ദൈവം കയീന്റെ യാഗത്തിൽ പ്രസാദിക്കുമായിരുന്നു. Would God have been pleased with Cain had Cain offered a better sheep from his flock? ഇല്ല, അതിന് സാധ്യതയില്ല എന്നാണ് ആ വേദഭാഗം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. But if we study scripture we can see that is not. പിന്നെ എന്തുകൊണ്ടാണ് കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? Why was not God pleased with Cain's sacrifice? നമുക്ക് വായിച്ച ഭാഗത്തുനിന്ന് ഏതാനും ചില കാരണങ്ങൾ ഒന്ന് നോക്കാം. Let's look at some reasons from the passage that we read. അതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ ഒരു കാരണം നമുക്ക് അവിടെ ലഭിക്കും. From 3 and 4 we get one reason. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. Verse 3 and 4, and in the process of time it came to pass that Cain brought an offering of the fruit of the ground to the Lord. Abel also brought of the firstborn of his flock and of their fat. ഈ രണ്ട് വ്യക്തികളും യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കാൻ വന്നപ്പോൾ അവർക്കുള്ളതിൽ നിന്നാണ് കൊണ്ടുവന്നത്. When both of them came to offer God, they brought what they had. കയീൻ കൃഷിക്കാരനാ, തനിക്കുള്ളതിൽ നിന്ന് കൊടുത്താൽ മതി. അങ്ങനെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Cain was a farmer. He brought what he had and that's what God wants. എന്നാൽ ആടുകളെ വളർത്തുന്ന ആളായതുകൊണ്ട് ഹാബേല് അതിൽ നിന്നുള്ളത് കൊടുത്തു. Abel had flock, so he gave out of his flock. പക്ഷെ അവർ രണ്ടുപേരും അതിന് വന്ന ആ വിധം നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. But let's look at how they came. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു എന്ന് എഴുതിയിട്ടുള്ളൂ. It is written that Cain brought an offering of the fruit of the ground to the Lord. വഴിപാട് അർപ്പിക്കേണ്ട സമയമായി. There was the time of offering had come. കയീൻ തന്റെ കൃഷിസ്ഥലത്തോട്ട് കടന്നു ചെന്നു.
Cain went to his field. അവിടുന്ന് കൈ കെട്ടിയ കുറെ എടുത്തുകൊണ്ട് വഴിപാടർപ്പിച്ചു. Whatever he could take, he brought and he offered it. എന്നാൽ ഹാബേല് വഴിപാടർപ്പിക്കാൻ പോയതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, But what is written about Abel is that താനും ആട്ടിൻകൂട്ടത്തിലേക്ക് ചെന്ന് ഒന്നിനെ പിടിച്ചുകൊണ്ട് അർപ്പിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. it is not written that he went to his flock and brought one of the flock. പിന്നെ എന്ത് ചെയ്തു എന്നവിടെ എഴുതിയിട്ടുണ്ട്. What did he do is written here. താൻ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിലേക്ക് ചെന്നു, കടിഞ്ഞൂലുകളെ തപ്പി അവയിൽ നിന്ന് തന്നെ ഏറ്റവും മേധസ്സുള്ള ഒന്നിനെ കണ്ടുപിടിച്ച് അതിനെ കൊണ്ട് എന്നാണ് അർപ്പിച്ചത്. What we see here, what he did, he went to the flock and he found the best of the flock and he brought it and sacrificed അപ്പൊ it. ഹാബേൽ എങ്ങനെ വഴിപാടർപ്പിക്കാൻ പോയത്? How did Abel go to offer his sacrifice? ആട്ടിൻകൂട്ടത്തിലോട്ട് ചെന്നു ആ കണ്ണു അടച്ച ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ടങ്ങ് അർപ്പിക്കല്ലായിരുന്നു ഹാബേൽ ചെയ്തത്. He did not go to his flock and caught the first one which he could catch and bring it for the പോകുന്നതിന് sacrifice. മുമ്പ് ഒരു കുറെ സമയം ചെലവഴിച്ചു. He spent some time before he selected. ആട്ടിൻകൂട്ടത്തിന്റെ ഇടയ്ക്ക് ഒന്ന് തപ്പി നടന്നു. He walked amidst the flock ഇതിൽ and checked. കടിഞ്ഞൂലുകൾ ഏതൊക്കെയാ ഉള്ളത്? And he saw whichever had blemish. അങ്ങനെ കടിഞ്ഞൂലുകളെ ചിലതിനെ കണ്ടു. And he saw some which had blemish. ഇനി ഇതിൽ ഏറ്റവും മേധസ്സുള്ളത് ഏതാ? He saw what was blemishless, the best of the flock. Sorry, the firstborn. He went to the firstborn, and out of the firstborn, he took the best, The best means ഫാറ്റ് കൂടുതൽ, which had more fat, the maximum fat. കൂടുതൽ മേധസ്സുള്ളതിനെ തന്നെ അതിനെ കണ്ടുപിടിച്ച് അതുകൊണ്ടാണ് യാഗമർപ്പിക്കാൻ പോയത്. And he found the one which had the maximum fat. He selected that and took it for the offering. അപ്പൊ രണ്ടുപേരും പോയത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. Let's look at how they went. നമ്മുടെ ഇന്നത്തെ രീതി പറഞ്ഞാൽ, And if we say in present circumstances, ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോവാണ്, we are going for worship, പോകേണ്ട സമയമൊക്കെ ആയി, the time is near about, ഓടിച്ചെന്ന് വേദപുസ്തകം എടുത്തുണ്ടെങ്കിൽ പോവുക. we ran, we took the Bible and we came. അങ്ങനെ കയ്യും ചെയ്തത്. That's how Cain did it. എന്നാൽ ഹാബേൽ ചെയ്തത് എന്താ? But what did Abel do? പോകുന്നതിന് മുമ്പ് ഒരു അന്വേഷണം നടത്തി. Before he went, he did an examination. വചനത്തിന് മുമ്പിൽ ഒന്ന് ഇരുന്നു. He sat before the word. അതിലൂടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇന്ന് കൊടുക്കാൻ പറ്റിയ നല്ലത് ഏതുണ്ടെന്നൊന്ന് കണ്ടുപിടിച്ചു. And he examined the flock and he found out what is best for giving today. അങ്ങനെ അതിന് പിന്നിൽ ഒരു ഒരുക്കം നടത്തിയിട്ടാണ് ഹാബേൽ വഴിപാട് അർപ്പിക്കാനായിട്ട് പോയത്. He went for the offering after a preparation. അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, The difference between these two, ഒന്ന് ഒരു ഒരുക്കമില്ലാതുള്ള ആരാധനയായിരുന്നു, one was an offering, a sacrifice without preparation. എന്നാൽ ഹാബേൽ ഒരുക്കത്തോടെയാണ് ആരാധനയ്ക്ക് കടന്നുപോയത്. Abel went for the offering with being after preparation. എന്തുകൊണ്ടാ കയ്യിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? Why was God not pleased with Cain's sacrifice? ഒരു ഒരുക്കവും ഇല്ലാതെയാണ് ആരാധനയ്ക്ക് പോയത്. He went for the offering without any preparation. എന്തുകൊണ്ടാ ഹാബേലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചത്? Why was God pleased with Abel's അവൻ sacrifice? അതിനുവേണ്ടി ഒരുങ്ങി, He prepared himself ഏറ്റവും നല്ലത് കണ്ടുപിടിച്ചു, and he selected the best അത് തന്നെ കൊണ്ട് അർപ്പിക്കാനായിട്ട് ഇടയായി. and he offered that. പിന്നീടുള്ള പല യാഗങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്കതറിയാം. And if we examine some other sacrifices. അബ്രഹാം തന്റെ മകനെ അർപ്പിക്കാൻ പോയത് ഇന്നലെ രാത്രി നാം ചിന്തിക്കുകയുണ്ടായി. Yesterday we thought about Abraham going to sacrifice his son. അബ്രഹാം ഇസഹാക്കുമായി മോറിയാമലയിലേക്ക് പോകുകയാണ്. Abraham is going along with Isaac to the Mount of ചില Moriah. ദിവസങ്ങളുടെ യാത്ര തന്നെയുണ്ട്. There are several days of travel. ദീർഘദൂരം യാത്ര ചെയ്താ പോകുന്നത്. It's a far long distance that he is അവിടെ traveling. ഒരു മലയുടെ മുകളിൽ കയറി ചെന്ന് വേണം യാഗമർപ്പിക്കാൻ. They have to climb up to a mountain top and then sacrifice. പക്ഷെ offer the വീട്ടിൽ നിന്ന് sacrifice. പോയപ്പോൾ എങ്ങനെയാ പോയത്? How did he go from his house? ഇസഹാക്കിനെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്, He had Isaac with him, ചില വേലക്കാരെയൊക്കെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. and there are some servants also. അത് മാത്രമല്ല അബ്രഹാം ചെയ്തത്. That is not the only thing Abraham did. അവിടെ ചെന്ന് യാഗമർപ്പിക്കുന്നതിന് എന്തൊക്കെ വേണോ അതൊക്കെ പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഒരുക്കി എല്ലാ ക്രമീകരണങ്ങളോടും കൂടിയാണ് അബ്രഹാം മോറിയാമലയിലേക്ക് യാത്ര തിരിച്ചത്. Abraham went for the sacrifice, preparing himself, considering what all was required for that sacrifice, and he carried it with him. അവിടെ എഴുതിയിരിക്കുന്നത് കത്തിയും വിറകും എല്ലാം എടുത്തോണ്ടാ പോയത്. If we read there, it is written there, he took the knife and the wood and everything he carried with him. നാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിച്ചാൽ കുറേയും കൂടെ ശ്രദ്ധേയമായ ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. There is one very, very interesting thing that is mentioned in Genesis chapter 22. അവിടെ കത്തിയും വിറകുമായിട്ട് പോയെന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്. It is not only that he went with the knife and the wood. വിറക് കീറി അടുക്കിയാണ് അബ്രഹാം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. Sorry. വിറക് കീറി അടുക്കി
he had prepared the wood. He did not carry raw wood. He prepared the wood and he carried it ready for the sacrifice. എന്ന് പറയാതിന്റെ അർത്ഥം അവിടെ ചെന്ന് കഴിഞ്ഞ് കീറാനൊന്നും സമയമില്ല. ഇവിടുന്നേ എല്ലാം കീറി അടുക്കി എല്ലാ ക്രമീകരണങ്ങളോടും കൂടിയാണ് ആരാധനയ്ക്ക് പോവുക വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. The reason is that there is no time for preparation, for cutting the wood, for preparing the wood. Once he reaches the place of sacrifice, he was fully ready while he departed from this house. നമ്മുടെ കർത്താവ് ഒരു ശിശുവായി ജനിച്ച സമയം, When the Lord was born as a babe, ആ ശിശുവിനെ കാണാൻ ദൂരദേശത്ത് നിന്ന് ചില വിദ്വാൻമാർ വന്നു. and we know that from a far country, wise men came to see him. അവരാ യാത്ര ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചാൽ ഏകദേശം 2 വർഷം നീണ്ട യാത്ര ചെയ്താണ് ബേത്ലഹേമിൽ എത്തിയത്. And we can understand that they traveled for almost 2 years before they reached Bethlehem. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല. There are no facilities for transport. അവർക്ക് കൃത്യമായി പോകേണ്ട വഴി അറിയത്തില്ല. They do not know the exact way that they have to go. എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വരണമെന്ന് അവർക്ക് അറിയത്തില്ല. They do not know what are the difficulties they're going to face. ആകെ മുകളിൽ ഒരു നക്ഷത്രമാണുള്ളത്, അത് നോക്കിയാണ് അവർ യാത്ര ചെയ്തത്. With the star in the sky, they saw it and they proceeded. അവരിങ്ങനെ കരുതിയില്ല. They did not consider. അവിടെ ചെന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞിട്ട് അവനെ അർപ്പിക്കേണ്ടത് അവിടുന്ന് എങ്ങാനും മേടിച്ചു വല്ലോ അർപ്പിക്കാം എന്നവർ കരുതിയില്ല. They did not consider that once they go and see the babe and then they will plan and buy the things that they needed to gift to the child. പിന്നെ അവരെങ്ങനെയാ പോയത്? How did they go? ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പൊന്നും മൂരും കുന്തിരുക്കവും ഒക്കെ വാങ്ങി അവിടെ ചെന്ന് ആ കുഞ്ഞിന് അർപ്പിക്കേണ്ട എല്ലാ ക്രമീകരണങ്ങളോടും കൂടിയാണ് അവർ യാത്ര തിരിച്ചത്. They went with myrrh and frankincense and all the 3 items, and they went and offered it. അതവിടെ കൊണ്ട് ആ കുഞ്ഞിനെ അർപ്പിച്ച് ആ ശിശുവിനെ ആരാധിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. And we read there that they offered it and they worshipped the babe. അപ്പൊ അവരെങ്ങനെയാ യാത്ര തിരിച്ചത് തന്നെ? How did they ഒരു ഒരുക്കത്തോടുകൂടി അവിടെ ചെന്ന് കൊടുക്കാനുള്ളതെല്ലാം ക്രമീകരിച്ച് ഒരു ഒരുക്കത്തോടെയാണ് ആ ആരാധനയ്ക്ക് അവർ കടന്നുപോയത്. How did they go for that worship? They prepared themselves. They were fully prepared when they went for the worship. ചിലയിടത്തൊക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്, ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട്. In some places we can see like this. ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞ ഒരു മൗനമൊക്കെ വരുമ്പം ഇങ്ങനെ പേപ്പറുകൾ തപ്പുക, എന്തേലും ഒന്ന് പെട്ടെന്ന് എഴുന്നേക്കണ്ടേ. When there is a silence, brief silence in the assembly, we can hear the ruffling of pages. എന്താ ഒന്ന് എഴുന്നേറ്റ് പറയേണ്ടത്? What should one get up and say? പേജുകൾ ഇങ്ങനെ മറിച്ച് ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുക. And pages are being shuffled and to find out what can be said. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? Why does it happen? പോരുന്നതിന് മുമ്പേ ഒരു ഒരുക്കത്തോടു കൂടി വന്നിരുന്നെങ്കിൽ ആവശ്യം വന്നാൽ എഴുന്നേറ്റ് അർപ്പിക്കാനുള്ളത് കയ്യിലുണ്ട്. If we come with preparation, if the need arises, there is something to offer. അപ്പൊ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അതിന്റെ പിന്നിൽ ഒരു ഒരുക്കം ആവശ്യമാ. അങ്ങനെ നാം അർപ്പിക്കുന്ന വഴിപാടാണ് ദൈവത്തിന് പ്രസാദകരമായ വഴിപാട്. അപ്പോഴാണ് ഏറ്റവും നല്ലത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നത്. One thing is clear, if we have to offer a sacrifice which is pleasing to God, there has to be a preparation, and that is when we can offer the best to the Lord. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു യാഗമായി തന്നെ തന്നപ്പോഴും സ്വർഗത്തിന് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെയല്ലേ ദൈവം നമുക്ക് തന്നത്. And when the Lord offered himself for us also, it was the best that heaven had to offer. ഒരു ബലഹീനതകളുമില്ലാത്തത്, ഒരു കുറവുമില്ലാത്തത് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ തന്നെ സ്വർഗം നമുക്ക് തന്നു. ആ യാഗത്തിലൂടെയാണ് നമുക്കിന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. Through that blemishless, spotless, perfect sacrifice which heaven gave to us, we have this privilege now of worshiping God. അത് തന്നെയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. That is the same thing that God expects from us. നമ്മുടെ വഴിപാട്, നമ്മുടെ യാഗങ്ങൾ, നമ്മുടെ ആരാധന അത് ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ കൊടുക്കുമ്പോൾ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാണ് നാം ദൈവത്തിന് കൊടുക്കേണ്ടത്. If God has to be pleased, if God has to accept our worship, our sacrifice, we have to give him the best. അങ്ങനെ കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. If that is to happen, there needs to be a preparation at our end. അത് വചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് നാം ഒരുക്കി കൊണ്ടുവന്ന് അർപ്പിക്കുന്ന കാര്യം മാത്രമല്ല ആ ഒരുക്കത്തിൽ അടങ്ങിയിരിക്കുന്നത്. It's not that we all come and offer to God, that is, and preparation is required. That is not the only thing involved here. അങ്ങനെ വചനത്തിലൂടെ ഒരുങ്ങി വന്ന് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സഹോദരന്മാർക്ക് മാത്രമേ ശുശ്രൂഷകളുടെ പരിമിതികൾ കൊണ്ട് സാധിക്കുന്നുള്ളൂ. It's possible for brothers to go through the word and to glean some
some thoughts from it and to share it. എന്നാൽ അത് മാത്രമല്ല, മറ്റു പല നിലകളിലുള്ള ഒരുക്കം അതിന്റെ പിന്നിൽ ആവശ്യമാണ്. But there are some other preparations also which are not നാമും ദൈവവുമായുള്ള ബന്ധം, ആ കാര്യത്തിൽ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. We need a preparation in relation to our relationship with God. നമ്മുടെ കൂട്ട സഹോദരങ്ങളോടുള്ള നമ്മുടെ ബന്ധത്തിൽ എവിടെങ്കിലും ചില വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അങ്ങനെ ഒരു ഒരുക്കം അതിനാവശ്യമാണ്. We need a preparation in connection with our relationship with our fellow believers. അങ്ങനെയുള്ള പലവിധ ഒരുക്കങ്ങൾ നാം ദൈവത്തിന് യാഗമർപ്പിക്കുന്നതിന് പിന്നിൽ ആവശ്യമാണ്. So there are different types of preparation that is required when we come to offer അല്ലെങ്കിൽ നമ്മുടെ sacrifices to God. വഴിപാടുകൾ കേവലം കയ്യിൽ അർപ്പിച്ചതുപോലെ ആയി പോകും. Otherwise our sacrifices will be just like what Cain offered. അവിടെ കയ്യിൽ അർപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു വഴിപാട് അർപ്പിക്കണമെന്ന് ആവശ്യം വന്നു, ഓടിച്ചെന്നു, കിട്ടിയതെടുത്തുകൊണ്ട് അർപ്പിച്ചു എന്നാണ് കയ്യിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. About Cain it is written, the time of sacrifice had come, something had to be sacrifice had to be given. He went, whatever he got in his hand he took and he offered it. അപ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. If we have to give our best, a preparation is required behind ഇനി that. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത്, The second thing we mentioned here, 4-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം, in the last part of verse 4, യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. if we read here, God respected Abel and his offering. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. And in verse 5 we read, he did not respect Cain and his offering. എഴുതിയിരിക്കുന്ന ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. Let's look at what is യഹോവ ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. It is not only written that God was pleased with Abel's sacrifice. യഹോവ കയീന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ലെന്നല്ല എഴുതിയിരിക്കുന്നത്. It is not only written that God was not pleased with Cain's sacrifice. എന്താ എഴുതിയിരിക്കുന്നത്? What is written? യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. It is written that God respected Abel and his offering. യഹോവ കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. God did not respect Cain and his offering. അപ്പൊ ദൈവം ആദ്യം നോക്കിയത് ഇവർ രണ്ടും കൊണ്ടുവന്ന വഴിപാടിനെയാണോ ഇവരെയാണോ? What did God look at first? Was it them or the offering? ഹാബേൽ എന്നെ കൊണ്ടുവന്നുണ്ടോ നോക്കിയിട്ട് പ്രസാദിക്കാനിരിക്കുകയല്ല ദൈവം. God is not waiting to see what Abel has brought before being pleased. കയീൻ എന്തൊക്കെ കൊണ്ടുവന്നുള്ളത് നോക്കിയിട്ട് പ്രസാദിക്കാതിരിക്കുകയല്ല ദൈവം. God is not looking at what Cain has brought and then being displeased with him. പക്ഷെ അതിനു മുമ്പ് ദൈവം എന്താ നോക്കിയത്? What did God see before that? ഈ കൊണ്ടുവന്ന ആൾ എങ്ങനെ ഉണ്ടെന്നാ നോക്കിയത്. How is the person who brought the sacrifice? ഹാബേലിനെ നോക്കി. God saw Abel, കൊള്ളാം, നല്ലപോലൊക്കെ ജീവിക്കുന്ന ആളാ, one who is living righteously. എന്നാ ഇനി അവൻ കൊണ്ടുവന്ന എന്താ നോക്കിയേക്കാം. Then let me see what he has brought. ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. God respected Abel and his offering. കയീനെ നോക്കി. He looked at Cain. അവന്റെ ജീവിതം തന്നെ എനിക്ക് പ്രസാദകരമല്ല. God was not pleased with his life itself. പിന്നെ അവൻ കൊണ്ടുവന്ന എന്താണെങ്കിലും ഞാൻ അതിൽ പ്രസാദിക്കാൻ പോകുന്നില്ല. Now then whatever he brings, I'm not going to be pleased. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. That is what I mentioned earlier. ഒരുപക്ഷെ ഹാബേൽ കൊണ്ടുവന്നതിനേക്കാൾ മേധസ്സുള്ള ഒരാട്ടിൻകുട്ടിയെയാണ് കയീൻ കൊണ്ടുവന്നിരുന്നത് എങ്കിലും ദൈവം ആ വഴിപാടിൽ പ്രസാദിക്കുമായിരുന്നില്ല. That is why I mentioned earlier that had Cain brought an animal which is much better or superior to Abel's, still God would not have been pleased with Cain's sacrifice. എന്തുകൊണ്ട്? Why? കയീൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവനല്ല. Cain did not live a life pleasing to God. അപ്പം നമ്മൾ എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, നാം എങ്ങനെയുള്ളവരാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നാം കൊണ്ടുവരുന്നതിനെ ദൈവം നോക്കുന്നത് തന്നെ. God looks at what we bring, he just does not look at that, but he sees us how we are. ആഴ്ചയുടെ 6 ദിവസങ്ങളിലും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചിട്ട് ഞായറാഴ്ച വന്ന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുക, ആരാധനാ ചിന്തകൾ പറയുക, പാട്ടുകൾ പാടുക, അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വെച്ചാൽ നാം ആ ചെയ്യുന്നതൊന്നും ദൈവം നോക്കുന്നു പോലുമില്ലെന്നാണ് ഈ ചരിത്ര സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. This incident teaches us, if we live the life in the rest of the week in the way we want, but we come on Sunday, we offer praises, we sing songs, if that is the case, God is not pleased. ദൈവം ഹാബേലിൽ പ്രസാദിച്ചതുകൊണ്ടാണ് ഹാബേലിന്റെ വഴിപാടിനെ ശ്രദ്ധിച്ചത് തന്നെ.
God was pleased with Abel, and that is why he looked at Abel's അപ്പൊ offering. ഞാൻ അവിടുന്ന് ഒരു കാര്യം ഇങ്ങനെ ഒന്ന് എടുത്തു പറയുകയാണ്. I also want to mention one thing. നാം ചെയ്യുന്നതോ കൊടുക്കുന്നതോ ചെയ്യുന്ന ശുശ്രൂഷകളുടെ ആധിക്യമോ കണ്ട് അതിൽ പ്രസാദിക്കാനിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. God is not one who is looking at our ministries, that what we are doing and getting pleased in that. നമ്മെ നമ്മുടെ ജീവിതങ്ങളെയും ഹൃദയങ്ങളെയും നോക്കിയിട്ടാണ് ദൈവം അത് ശ്രദ്ധിക്കുന്നത് തന്നെ. He looks at what the ministry that we do after looking at our life and examining our heart. നമ്മൾ മുമ്പോട്ടുള്ള ചരിത്രങ്ങൾ മുഴുവൻ പഠിച്ചാൽ അറിയാം, ദൈവം നാം ചെയ്യുന്ന പുറമേയുള്ള പ്രവൃത്തികളെക്കാൾ നോക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെയാണ്, നമ്മുടെ ഹൃദയങ്ങളെയാണ്. And throughout history we can see that God, more than what we do, God is looking at our hearts. ഈ കാര്യത്തിൽ ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. And the perfect example of this is the Lord. കർത്താവിന്റെ രഹസ്യ ജീവിതം 30 വർഷം താൻ എന്തൊക്കെ ചെയ്തെന്നും ഏതൊക്കെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടെന്നും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് 30 വയസ്സുവരെയുള്ള ജീവിതത്തെ രഹസ്യ ജീവിതം എന്ന് നമുക്ക് പറയാം. We can see, as far as the Lord is concerned, his first 30 years of his life on earth, we can see it's a hidden life, a private life. അടുത്ത 3-3.5 വർഷക്കാലത്തെ പരസ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് താൻ ഇറങ്ങുന്ന സമയത്ത്, and when he is going for his public ministry for the next 3.5 years, അതിന് ദൈവം ഒരു അംഗീകാരം സ്വർഗത്തിൽ നിന്ന് കൊടുത്തു. and God is giving an acknowledgement from heaven. എന്താ കൊടുത്ത അംഗീകാരം? And what is approval? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. The approval that God gave is that this is my beloved son in whom I am well pleased. ഏത് ജീവിതത്തെ കണ്ടിട്ടാ ദൈവം ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? What life did God see and give this? തന്റെ ഒരു പരസ്യ പ്രവർത്തനവും കണ്ടിട്ടല്ല ആദ്യം ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. God gave that certificate not looking at anything that the Lord did publicly. 30 വർഷത്തെ രഹസ്യ ജീവിതത്തെ നോക്കിയിട്ടാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തത്. God gave that certificate after looking at the Lord's private life for these 30 years, that this is my beloved son in whom I am well pleased. അത് അടുത്ത 3.5 വർഷം പ്രവർത്തിക്കാനുള്ള ഒരു ലൈസൻസ് കൂടെ എഴുതി കൊടുക്കുകയായിരുന്നു. That is sort of a license given to him for his public ministry for the next 3.5 years. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലൈസൻസ് കൊടുത്തത്? Why was this license given? 30 വർഷത്തെ രഹസ്യ ജീവിതത്തെ ദൈവം നോക്കി, ദൈവത്തിന് പിതാവിന് പ്രസാദകരമായ ജീവിതം. When God the Father looked at the private life, the hidden life of the Lord Jesus for the 30 years, and it pleased God the Father. അടുത്ത 3-3.5 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തെയും നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. And then we read about his public life for the next 3.5 years. ആ പരസ്യ പ്രവർത്തനങ്ങൾക്ക് ഒടുവിലും കൊടുത്തു അതേ സർട്ടിഫിക്കറ്റ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. At the end of his public ministry, again we see God giving the certificate that this is my beloved son. അവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമുക്കൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. And we can understand one thing when we look at it. എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അത് കണ്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക അല്ല ചെയ്തത്. അതിനു മുമ്പ് തന്റെ രഹസ്യ ജീവിതത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് പിന്നീട് പരസ്യ ജീവിതത്തെ തന്നെ ദൈവം പിതാവ് വീക്ഷിക്കുന്നത്. It's not that God the Father saw something what the Lord did and then gave this certificate, but seeing his 30 years of secret life, his private life, and then God gave this certificate and sent him for the ministry. ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. God was pleased with Abel and his offering. പ്രിയ സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ആരാധിക്കുന്നതോ നമ്മൾ കൊടുക്കുന്നതോ നമ്മൾ ചെയ്യുന്നതോ നമ്മൾ ശുശ്രൂഷിക്കുന്നതോ ദൈവം കാണുന്നുണ്ട്. പക്ഷേ അത് ശ്രദ്ധിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതൊക്കെ ചെയ്യുന്ന ഞാൻ എങ്ങനെയുണ്ടെന്ന്, എൻ്റെ ഹൃദയം എങ്ങനെയുണ്ടെന്ന്, എൻ്റെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് ദൈവം അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. Before God accepts our worship, our giving, our ministries, he sees us, how is our secret life, and then God acts. മൂന്നാമത്തെ ആശയം വേഗത്തിൽ നമുക്ക് നോക്കാം. Thirdly, ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. God was pleased with Abel and his sacrifice. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. And God was not pleased with Cain and his sacrifice. അവർ രണ്ടും ആരാ? Who are they? അവർ രണ്ട് സഹോദരന്മാരാ. They are brothers. ഒരു വീട്ടിൽ ഒന്നിച്ച് വളർന്നവരാ. They are brought in one ഒരേ home, അപ്പന്റെ സ്നേഹത്തിൽ വളർന്നു വന്നവരാ. brought up with the love of the same father. രണ്ടുപേരും അവരെ കൊണ്ട് പറ്റുന്ന നിലയിൽ വഴിപാട് അർപ്പിച്ചു. Both of them in the way they could, they offered sacrifice. ദൈവമാണ് പ്രസാദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചത്.
But God decides whether to be pleased or not. കയീന്റെ വഴിപാട് ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ പിന്നിൽ ഹാബേൽ എന്തെങ്കിലും ചെയ്തതാണോ? Was it that it is because of something which Abel did that God was not pleased with Cain? ഇത് പ്രസാദിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും സൂത്രം കയീൻ കാണിച്ചിട്ടുണ്ടോ? ഹാബേൽ കാണിച്ചിട്ടുണ്ടോ? Did Abel play some game which made God displeased with ഒന്നുമില്ല. Cain's രണ്ട് sacrifice? സഹോദരന്മാരാ. Nothing like that. They're two ഒരുപക്ഷെ brothers. ഹാബേലിന്റെ ഉള്ളിൽ കാണും കയീന്റേതും ദൈവം പ്രസാദിക്കണമെന്ന്. Maybe Abel thought in his heart that God must be pleased with Cain's sacrifice also. അപ്പൊ ഇവിടെ കയീന് വിഷമം തോന്നണമെങ്കിൽ ആരോടാ തോന്നേണ്ടത്? So here, if Cain has to have an ill feeling, who should it be directed to? ദൈവം പ്രസാദിച്ചു ഹാബേലിന്റെ വഴിപാടിൽ, എന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. God was pleased with Abel's sacrifice, but God was not pleased with my sacrifice. അപ്പൊ ആരോടാ കയീന് ദേഷ്യം വരേണ്ടത്? So who should he be upset with or angry with? ദൈവത്തോടാ. Towards God. എന്തുകൊണ്ടാ? ഞങ്ങൾ രണ്ടും ആദാമിന്റെ മക്കളല്ലേ? Aren't we both Adam's ഞങ്ങൾ children? രണ്ടും കൊണ്ട് വഴിപാട് അർപ്പിച്ചില്ലേ? We both came and offered പിന്നെ sacrifice. എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു? Why is it but you did like this to me? അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ആരോടാണ് കയീന് വിഷമം തോന്നേണ്ടത്? Then if that's what he had thought, who would he have been upset with? ദൈവത്തോടാ. Towards God. പക്ഷേ ദൈവത്തോട് കയീന് ഒന്നും ചെയ്യുന്നില്ല. But Cain did not do anything to God or say anything to God. പിന്നെ ആരെയാ കൊന്നുകളഞ്ഞത്? Who did he kill? ഹാബേലിനെയാ കൊന്നത്. He killed Abel. അവൻ കയീനെ വിഷമിപ്പിച്ചത് എന്താ? What is it that was upset Cain? തന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ലെന്നുള്ളതാണോ കയീനെ വിഷമിപ്പിച്ചത്? Was it the fact that God was not pleased with his sacrifice? Is that what upset him? ഞാനതിങ്ങനെ പറയട്ടെ. Let me tell you one thing. കയീനെ വിഷമിപ്പിച്ചത് തൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ലെന്നുള്ളതല്ല. ഹാബേലിൻ്റെയും വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ലായിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും വിഷമം ഉണ്ടാകത്തില്ല. Cain was not upset only with the fact that God was not pleased with his sacrifice, but he would not have a problem if God had done the same with Abel's sacrifice also. പിന്നെ ഇപ്പൊ ഇവിടെ കയീനെ വിഷമിപ്പിച്ച പ്രധാന വിഷയം എന്താ? So what is the main thing which upset Cain? എൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ലെന്നുള്ളതല്ല, It's not that God was displeased with my അവന്റെ sacrifice, വഴിപാടിൽ പ്രസാദിച്ചു. but God was pleased with his sacrifice. അതുകൊണ്ടാണ് ഹാബേലിനോട് വിഷമം തോന്നിയേ. That is why he was displeased, upset with നമ്മുടെ Abel. ഇന്നത്തെ ഭാഷയിൽ അതിനെ എന്തു പറയാം? What do we call it in today's language? അസൂയ അല്ലേ? Jealousy. എൻ്റെ വഴിപാട് ദൈവം സ്വീകരിച്ചില്ല, അവന്റെ വഴിപാട് സ്വീകരിച്ചു, അപ്പൊ അവനോടുള്ള അസൂയ. God did not accept my offering, but God accepted his offering, and so I'm jealous about that. ഇന്നലെ രാത്രി 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ നമ്മൾ വായിച്ചു, നമ്മൾ വിട്ടുകളയേണ്ട കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? അസൂയയും നീക്കിക്കളഞ്ഞ എന്നുള്ളത്. Yesterday we saw from the epistle to Peter, chapter 2 and verse 1, that one of the main things we need to lay aside is jealousy. അപ്പൊ ഇത് എന്നേ തുടങ്ങി ഈ അസൂയ? How did this jealousy come about? ആദ്യത്തെ സഹോദരന്മാര് തമ്മിൽ തന്നെ തുടങ്ങിയ വിഷയമാണ്. It is something which was started by the first brothers. അപ്പം പത്രോസ് ദൈവാത്മാവിൽ അത് എഴുതിയപ്പം പത്രോസിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അത് സഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ പത്രോസ് അവിടെ അത് മുന്നറിയിപ്പായിട്ട് എഴുതി തന്നിരിക്കുന്നത്. So Peter was not wrong when he, inspired by the Spirit, wrote there that it has to be left. He knew that this was possible amidst brethren. അപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം. So we can think in this way. ഹാബേലിനോടുള്ള അസൂയ കയ്യിന്റെ മുള്ളിൽ കിടക്കുക, മനസ്സിൽ കിടക്കുക. What is lying inside Cain's mind is his jealousy towards Abel. പിന്നെ താഴോട്ട് വരുമ്പോൾ ദൈവം തന്നെ കയ്യിനോട് പറയുന്നുണ്ട്. And then God himself tells Cain, അവൻ മുഖമൊക്കെ വാടിയിരിക്കുക, അവൻ ആകെ വിഷമിച്ചിരിക്കുക. and he's sitting there dejected. അവൻ ദൈവം ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നു? And God is asking him, why has your countenance fallen? താഴോട്ട് 7-ാം വാക്യത്തിൽ പറയാ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകും, ഇല്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിനെ നീ കീഴടക്കണം, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. Verse 7 of chapter 4, if you do well, will you not be accepted? And if you do not do well, sin lies at the door, and its desire is for you, but you should rule over it. അവിടെ എന്താ അവന്റെ ഉള്ളിൽ കിടക്കുന്നേ? What is it that is lying inside Cain? പാപം ഉള്ളിൽ കിടക്കുക.
sin is lying inside him. ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം കയ്യൻ ആ വഴിപാട് കൊണ്ട് അർപ്പിക്കുന്നത്. Maybe that is the thought that ruled his mind when he went to offer that sacrifice. അങ്ങനെ തന്നെ ദൈവത്തിന്റെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നത്. We can understand from what God's word tells us. ഞാൻ വഴിപാട് അർപ്പിക്കാൻ പോവാണ്. I'm going to offer a sacrifice. ആബേലും അർപ്പിക്കാൻ പോകുകയാണ്. Abel is also going there. എങ്ങാനും എന്റെ അംഗീകരിക്കാതെ അവന്റെ അംഗീകരിച്ചാൽ ഞാൻ അവനെ തട്ടിക്കളയും. But if you accept his sacrifice while rejecting mine, I will kill him. ഇത് ഉള്ളി വെച്ചോണ്ടാ യാഗമായിട്ട് പോകുന്നത്. That is what he had in his mind, kept in his heart when he went for the offering. ആബേലിനത് മനസ്സിലായി കാണത്തില്ല. Abel would not have realized it. ഈ രണ്ടുപേരും യാഗമർപ്പിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അപ്പൻ കണ്ടിട്ട് അപ്പനും അത് മനസ്സിലായി കാണത്തില്ല. And seeing this, his two sons go for the offering, maybe even the father would not have realized what is going on. പക്ഷെ ഈ രണ്ടു മക്കളും പോകുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ അത് കണ്ടു. ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത കിടപ്പുണ്ട്, അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. When they went for the offering, the Father in heaven looked at these two and knew that this is what is lying in the heart of Cain. അതുകൊണ്ടാണ് ദൈവം കയ്യനോട് പറയുന്നത്, പാപം വാതിൽക്കൽ കിടക്കുന്നു, നിന്നെ അതിന്റെ ആഗ്രഹം നിന്നോട്, നീ അതിനെ കീഴടക്കണം, അല്ലാതെ നീ അർപ്പിച്ച വഴിപാട് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. That's why God is telling him, and if you do not do well, sin lies at the door, and its desire is for you, but you should rule over it. Unless this is done, God will not be pleased with his sacrifice. ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ പത്രോസിന്റെ ലേഖനത്തിലൂടെയും ദൈവാത്മാവ് പറയുന്നത്. Isn't this exactly what the Holy Spirit through is mentioning in Peter? ദൈവത്തിന് പ്രസാദകരമായ ആത്മീക യാഗം കഴിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. We must offer spiritual sacrifices which are acceptable. നമ്മുടെ ആത്മീയ യാഗങ്ങൾ ദൈവം പ്രസാദിക്കണമെങ്കിൽ നീക്കിക്കളയേണ്ട ചിലതുണ്ട്. അത് നീക്കിക്കളഞ്ഞിട്ട് വേണം ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ. അതാണ് പത്രോസും ആവർത്തിച്ചു പറയുന്നത്. What Peter is also mentioning is that if we have to offer acceptable spiritual sacrifices, there are some things which we will have to set aside, lay aside, and then come and offer sacrifice to God. അവിടെ നീക്കിക്കളയണമെന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഒരു കാര്യം ഞാനൊന്ന് എടുത്തു പറയുകയാണ്. There's one thing I want to mention regarding setting aside or putting away. ദുഷ്ടതയെക്കുറിച്ച് പറയുന്നുണ്ട്, ചതിവിനെ കുറിച്ച് പറയുന്നുണ്ട്, വ്യാജഭാവം, അസൂയ, നുണ, ഇങ്ങനെ പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. There are several things mentioned here: deceit, hypocrisy, envy, and all evil speaking. അതിൽ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ് വ്യാജഭാവം എന്ന് പറയുന്നത്. And there is one thing which is mentioned here: evil speaking. Hypocrisy. Okay. നമുക്ക് വാട്ട് ഈസ് ഹിപ്പോക്രസി? എന്താ വ്യാജഭാവം എന്ന് പറഞ്ഞാൽ? കപടഭാവം അല്ലേ? പരീശന്മാരോട് കർത്താവ് പറയുമ്പോൾ പറയുന്നുണ്ട് കപടഭക്തിക്കാരെ എന്ന്. What is hypocrisy? The Lord, while addressing the Pharisees, called them hypocrites. നമ്മുടെ കർത്താവ് ഇവിടെ ഭൂമിയിലായിരുന്ന സമയത്ത് ഏറ്റവും കഠിനമായ ഭാഷയിൽ ശാസിച്ചതാരെ എന്നറിയാമോ? When the Lord was on earth, who is it that the Lord most in very harsh words scolded or reprimanded? ഒരിക്കൽ പരീശന്മാരെ വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു. And once he called the Pharisees and told them like this: കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. Woe to you, scribes and Pharisees, you hypocrites. കർത്താവ് അവരുടെ കപടഭക്തിയെ നോക്കിയിട്ടാ പറഞ്ഞത് അയ്യോ കഷ്ടമെന്ന്. And the Lord proclaimed a woe on them after seeing their hypocrisy. എന്നിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ബാക്കി പറഞ്ഞ വാക്കുകൾ. And what is it then that the Lord told them? നിങ്ങളെ കണ്ട നല്ല വെള്ള പൂശിയ ശവക്കല്ലറ പോലെ ഇരിക്കുന്നേ. You are like whitewashed sepulchres, is what he told them. പുറമെ നോക്കിയാ നല്ല പെയിന്റ് അടിച്ച് വെള്ള പൂശിയിട്ടിരിക്കുക. Outwardly there is a beautiful paint on the sepulchre. പക്ഷെ അകത്തോട്ട് നോക്കിയാലോ ശവക്കല്ലറയാ, ചീഞ്ഞ് നാറുന്ന അസ്ഥി കൂമ്പാരങ്ങൾ അകത്ത് കിടക്കുന്നത്. But if you see inside, it's a sepulchre and full of bones. കപടഭക്തിയുടെ ലക്ഷണമാണ് അവിടെ പറയുന്നത്. That is a sign of hypocrisy. എന്താ കപടഭക്തി എന്ന് പറഞ്ഞാൽ? What is hypocrisy? ഉള്ളതല്ല കാണിക്കുന്നത്. What is there is not, what is shown is not actually what is. ഞായറാഴ്ച വന്നിരിക്കുമ്പോൾ നല്ല ആത്മീയനായിട്ടാണ് സ്വയം വെളിപ്പെടുത്തുന്നത്. When in Sunday morning, the person is showing himself or herself as a very pious person. പക്ഷെ അതല്ല ശരിക്കുള്ള സ്വഭാവം. But that's not the actual behavior. അതാണ് കപടഭക്തി എന്ന് പറയുന്നത്. That is hypocrisy. ഇത് പരീശന്മാർക്ക് മാത്രമുള്ള സ്വഭാവമാണോ?
Is it only something which is restricted to Pharisees? ഒരുപക്ഷെ നമ്മളിലെല്ലാം കാണും ഈ ഒരു സ്വഭാവം അല്പമെങ്കിലും. And this will be in varying degrees in all of us. നമ്മൾ ഇന്ന് കർത്തൃമേശ പങ്കെടുത്തപ്പം പരസ്യമായിട്ട് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരപ്പത്തിൻ്റെ അംശികളാണ്, സഹോദരി സഹോദരന്മാരാണ്, നാം ഒന്നാണ് എന്നൊക്കെ നാം പരസ്യമായിട്ട് വെളിപ്പെടുത്തി. What we have publicly demonstrated when we took part from the Lord's table is that we are brothers and sisters, we are all partakers of that same bread. എല്ലാ കാര്യത്തിലും അന്യോന്യം അങ്ങനെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? Is it possible that we always see everyone in that same way? ഇല്ലെങ്കിൽ നമ്മൾ ഇന്നിവിടെ കപടഭക്തിയാ കാണിച്ചേ. If not, what was displayed, what we have shown here is hypocrisy. ഈ കപടഭക്തി ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നാം ഇന്ന് ദൈവത്തെ ആരാധിച്ചതെങ്കിൽ ആ ആരാധന ദൈവം സ്വീകരിച്ചിട്ടുമില്ല. If we have worshipped God with hypocrisy in our hearts, that worship God has not accepted. കൈയിൻ്റെ ഉള്ളിൽ നീക്കിക്കളയണ്ട. കൈയിൻ്റെ ഉള്ളിൽ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത പാപം കിടപ്പുണ്ടായിരുന്നു. Cain had inside his heart sin which he had to leave aside. കൈയിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ അവിടെ ഒന്ന് വിശദമായിട്ട് പഠിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. Some things we can see with regard to Cain, what was in his heart. ഒന്ന്, ഹാബേലിനോടുള്ള അസൂയ കിടപ്പുണ്ട്. One is jealousy towards his brother. രണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ഞാൻ കൊന്നുകളയും, അപ്പൊ ആ കൊലപാതകമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കിടപ്പുണ്ട്. And a murderous thought is there in his heart that if mine is rejected, his is accepted, I will kill him. ഇതൊക്കെ വെച്ചോണ്ടാ പോയി ആരാധന അർപ്പിക്കുന്നത്. Keeping all this, he went for the എങ്ങനെ offering. കൈയിന്റെ വഴിപാട് ദൈവം സ്വീകരിക്കും? How can God accept his sacrifice? ഇതിലും വലിയ കടിഞ്ഞൂലിനെ കൊണ്ടുവന്നാലും ഇതിലും മേധസ്സുള്ളതിനെ കൊണ്ടുവന്നാലും ദൈവം ആ വഴിപാട് ശ്രദ്ധിക്കുക പോലുമില്ല. അവൻ പാപമുള്ളിൽ വെച്ചുകൊണ്ട് ഈ ആരാധനയ്ക്ക് വന്നിരിക്കും. Even if he had brought the better things than what he brought, because sin is there in him, God will not accept his sacrifice. ഇവിടുന്ന് ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. One more thing I want to mention here. ദൈവമാണ് തീരുമാനിച്ചത് ഇതിൽ ഏതിൽ പ്രസാദിക്കണമെന്ന്. God decided which he is going to be pleased with. കൈയിന്റെ പ്രസാദിക്കണോ ഹാബേലിന്റെ പ്രസാദിക്കണോ, ഇത് ഇവർക്ക് രണ്ടിനും ഇതിനകത്ത് ഒരു റോളുമില്ല. അവരവരെ കൊണ്ട് പറ്റുന്നത് ചെയ്തു എന്നേ ഉള്ളൂ. Cain and Abel had no role in that. It was entirely God's decision whose sacrifice to accept. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താ? But what happened after this incident? ദൈവത്തോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യാൻ കൈയിനെ കൊണ്ട് സാധിക്കത്തില്ല. Cain was not able to do anything against God. പിന്നെ ദൈവത്തോടുള്ള ആ വൈരാഗ്യം തീർക്കാവുന്ന മേഖല ഏതാ? What is the route through which he can express that anger he had against God? അത് സഹോദരന് കൊടുക്കേ ഉള്ളു പണി. The only thing he could do is to show it to his brother. അപ്പം ആ സഹോദരനെ ഉപദ്രവിച്ചത്, സഹോദരനെ കൊന്നത് വാസ്തവത്തിൽ ആരോടുള്ള വൈരാഗ്യമാണ്? What was the anger actually in his act of killing his brother? Who was that anger directed at? ദൈവത്തോടുള്ള വൈരാഗ്യമാണ്. It was anger towards God. ദൈവത്തോട് നല്ല നിലയിലല്ല. അതുകൊണ്ട് തന്റെ സ്വഭാവം മുഴുവൻ വെളിപ്പെടുന്നത് ആരോടാണെന്നറിയാമോ? കൂട്ടു സഹോദരന്മാരോടാ. He is not in a good relationship with God, and that is expressed in how he behaved with his brother. ഞാൻ അതിന് മറുവശം ഇങ്ങനെ പറയട്ടെ. There is a flip side to this. കൂട്ടു സഹോദരനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തോടുള്ള തന്റെ ബന്ധം ശരിയായിട്ടില്ല. If there is not acceptable behavior that we are showing to a fellow believer, what it shows is that our relationship with God is not correct. ആദ്യം ശരിയാകേണ്ടത് ദൈവത്തോടുള്ള ബന്ധമാണ്. The relationship is with God is what has to be set right first. അപ്പൊ ഹാബേലിനോട് നല്ലപോലൊക്കെ പ്രതികരിക്കാൻ പറ്റും. And then if that had happened, then he would have been dealt better with Abel. ദൈവത്തോടുള്ള ബന്ധം ശരിയല്ലെങ്കിൽ, If the relationship with God is not proper, ഹാബേലിനോട് അസൂയ ഉണ്ടാകും. there will be jealousy towards ഹാബേലിനോട് Abel. പിണക്കം ഉണ്ടാകും. He will be angry with ഹാബേലിനെ Abel, ഉപദ്രവിക്കാൻ തോന്നും. and he will harm Abel, ഹാബേലിനെതിരെ കുറ്റം പറയാൻ തോന്നും. and he will feel like saying bad things about Abel. എന്തുകൊണ്ട്? Why? ദൈവത്തോടുള്ള ബന്ധം ശരിയായി കാത്തു സൂക്ഷിക്കുന്നില്ല. Because he has not maintained a good relationship with God. നമ്മൾ അല്പം മുൻപോട്ട് വരുമ്പോൾ ഒരു ദൃഷ്ടാന്തമായിട്ട് ഞാൻ പറയാം, യാക്കോബിന്റെ അനുഭവത്തിലും ഇത് തന്നെ നമുക്ക് കാണാം. And then as we move forward, we can see the same thing in Jacob's life also. യാക്കോബും ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തിയ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിലുണ്ട്. In Genesis 32, we read of the wrestling which Jacob and God did.
ദൈവം ഒരു മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന് യാക്കോബുമായി ഒരു മൽപ്പിടുത്തം നടത്തി. God came in human form and wrestled with Jacob. ആ മൽപ്പിടുത്തത്തിന്റെ ചരിത്രം നമുക്കെല്ലാം അറിയാമല്ലോ. We know the background, what happened in that incident. അതിനകത്ത് ആരാ തോറ്റത്? Who lost that match of fight? അല്ലെങ്കിൽ ആ മൽപ്പിടുത്തത്തിൽ ജയിച്ചതാരാ? Who won in that wrestling? രണ്ട് മനുഷ്യർ തമ്മിലുള്ള മൽപ്പിടുത്തം. There is wrestling which is happening, a fight which is happening between two men. അതിൽ ദൈവത്തിന് ഒരു കുഴപ്പവും പറ്റിയില്ല. God, nothing happened to God in that fight. യാക്കോബിന് അടി കിട്ടി, കാലിന്റെ തൊടയുടെ എല്ലൊടിഞ്ഞു, പിന്നെ ജീവിതകാലം മുഴുവൻ മുടന്തിയാ നടന്നേ. Jacob received an injury, his joint was dislocated, and for the rest of his life he was limping. നമ്മുടെ നോട്ടത്തിൽ ദൈവം ജയിച്ചു, യാക്കോബ് തോറ്റു, അടി കിട്ടി. In our side, God won, Jacob lost, he started limping. പക്ഷെ ദൈവം എന്താ യാക്കോബിനോട് പറയുന്നറിയാം? But what did God tell Jacob? നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട്, ഉൽപ്പത്തി പുസ്തകം 32:28 പറയുക. In Genesis 32 and 28, we see what God is telling, that because you have struggled with God and with men and have prevailed. ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചു എന്ന് അവിടെ പറയുന്നത്. It is mentioned that you have struggled with God and man and have prevailed. പക്ഷെ വാസ്തവത്തിൽ ഇവിടെ ആരോടെ മല്ല് പിടിച്ചുള്ളൂ? But who did he fight with here? ദൈവത്തോട് മല്ല് പിടിച്ചു. He was fighting with God. ആ ദൈവം മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്നതാ. God came in human form. അവിടെ നമ്മുടെ ദൃഷ്ടിയിൽ ജയിച്ചത് ദൈവമാണ്. പക്ഷെ ദൈവം യാക്കോബിനോട് പറയുക, നീയാ ഇപ്പം ജയിച്ചിരിക്കുന്നേ. In our eyes it is Jacob who won, but God is telling Jacob, you prevailed. അവിടെ ദൈവം ജയിച്ചെങ്കിലും യാക്കോബ് ഒന്ന് ജയിക്കാൻ വേണ്ടി തോറ്റു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. And we can see that God is allowing Jacob to win there. അത് തന്നെയാ ക്രൂശിലും നമ്മൾ കാണുന്നത്. നമ്മൾ ജയിക്കാൻ വേണ്ടി തോറ്റു തന്ന നമ്മുടെ കർത്താവ്, മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവ്. That is the same thing we can see on the cross also, that the Lord who won, so that we who are lost, we could win. പക്ഷെ അവിടെ പറയുന്ന കാര്യം, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചു. But what is mentioned here, that you have struggled with man and God and prevailed. നീ ദൈവത്തോട് ജയിച്ചപ്പം അതിലൂടെ തന്നെ നീ മനുഷ്യരോടും ജയിച്ചിരിക്കുക. ഇതാ ദൈവം അവിടെ പറയുന്നേ. God is telling that because by getting victory over God, you have gained victory over man also. നമുക്കറിയാം യാക്കോബിന് യേശാവിനോട് പ്രശ്നമുണ്ട്, അപ്പനോട് പ്രശ്നമുണ്ട്. ഇതെല്ലാം അവിടെ കിടക്കുമ്പോഴാണ് ഈ മൽപ്പിടുത്തം നടക്കുന്നത്. We know that Jacob is facing a lot of problems with his father, problems with Esau, and that is when this struggle is happening. പക്ഷെ ദൈവം പറയാ, നീ ദൈവത്തോട് ജയിച്ചതോടെ അവരോടും ജയിച്ചു. But God is telling him, because you have prevailed with God, you have also prevailed with നിന്റെ man. പ്രശ്നം അവരോടല്ല. Your problem is not with man. എന്തുകൊണ്ട് അവരോട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്? Why is it that you think that you have problem with ദൈവത്തോടുള്ള man? നിന്റെ ബന്ധം ശരിയല്ല. Because your relationship with God is not ഇത് proper. തന്നെയല്ലേ കയീനിലും നമ്മൾ കാണുന്നത്. That is what we see in Cain also. കയീനെ, നീ ദൈവത്തോട് നിരപ്പില്ലെങ്കിൽ, Cain, if you are not reconciled with God, ദൈവത്തോട് നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ, if you have problems with God, ഹാബേലിനോടും പ്രശ്നമുണ്ടാകും. you will also have problems with അപ്പൊ man. വാസ്തവത്തിൽ ഹാബേലിനോടുള്ള പ്രശ്നമല്ല. It is not the problem that he had with Abel. ആരോടാ പ്രശ്നം? ദൈവത്തോട്. His problem was with God. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. I close here. എന്തുകൊണ്ട് കയീന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല? Why was God not pleased with Cain? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹാബേലിന്റെ വഴിപാടിൽ മാത്രം ദൈവം പ്രസാദിച്ചു? Why is it that God was only pleased with Abel's അതിന്റെ sacrifice? 3 കാരണങ്ങളാണ് ഞാൻ ആ വേദഭാഗത്തു നിന്ന് ഓർപ്പിച്ചത്. There are 3 things which are reminded from God's word. ഒന്ന്, ഒരുക്കത്തോടെയാണ് ഹാബേൽ വഴിപാട് അർപ്പിച്ചത്. One is that Abel offered his sacrifice with preparation. 2, ഹാബേല് താൻ തന്നെ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്നവനായിരുന്നു. Secondly, Abel, his life itself was pleasing to God. 3, പാപം മാറ്റിയിട്ട, അകൃത്യം നീക്കിയിട്ട ഹാബേൽ വഴിപാട് അർപ്പിച്ചത്. Abel came to offer sacrifices after removing the sin in his life. കയീനെ സംബന്ധിച്ച് ഇതിന് 3 അപവാദമാണ്. 3നും വിരുദ്ധമായിട്ടാണ് വഴിപാടുമായിട്ട് പോയത്. In Cain's life, all these 3 things did not apply. ഇന്ന് നാം ദൈവത്തെ ആരാധിച്ചു. എങ്ങനെയാ നാം ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിച്ചത്? We worshiped God today. How did we come for offering worship today? പത്രോസിന്റെ ലേഖനത്തിലെ ആ വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. I want to repeat what was mentioned in ദൈവത്തിന് Peter. പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. God has chosen us to offer spiritual sacrifices, acceptable spiritual അത് sacrifices. യാഗത്തിൽ മാത്രമല്ല, Not only through ആരാധനയിൽ sacrifice, മാത്രമല്ല, not only worship. നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവത്തിന് പൂർണ്ണ പ്രസാദം കൊടുക്കുന്നവരായി ജീവിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God help us in all areas of our life to live lives which are pleasing to God.